ഇന്ത്യകം 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 ഹിന്ദു വന്ദേ ഭാരതില് ഗണഗീതം പാടിയതിൽ പ്രതിഷേധിച്ച് ഒരു പറ്റം സഖാക്കള് പാടിയ പാട്ട് അങ്ങ് കേട്ട് കാണും. ഹിന്ദുക്കളാണ് നാം, ഹിന്ദുക്കളാണ് നാം എന്നുള്ള വരികളാണ്. ഉറുദു ആയതുകൊണ്ട് അവർക്കത് വളരെ പ്രിയമാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി ഏതോ ചില പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന വോട്ട് ബാങ്കുകളെ പ്രീണിപ്പിക്കാനായിട്ടാണ് ഉറുദു എടുത്തു പാടിയത്. പക്ഷെ അതിലെ വരികള് അവര് പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ വരികളെ കുറിച്ച് ഒന്ന് പറയാമോ? മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയുന്ന ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു പണ്ഡിതൻ എഴുതാണ് സാരെ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്നുള്ള ആ ഗീതം. ഈ CPM-ന്റെ DYFI കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് പാട്ട് പാടാനാണ് അറിയാവുന്നത്? അവരത് കാണാതെ പോലുമല്ല. ഈ വന്ദേ ഭാരത് ട്രെയിനിന്റെ അകത്ത് ഈ എളമക്കര വിദ്യാലയത്തിലെ കുട്ടികൾ കാണാതാണ് ആ ഗണഗീതം പാടിയത് എങ്കിൽ ഈ സാരെ ജഹാംസെ അച്ഛ മൊബൈലിൽ നോക്കിക്കൊണ്ടാണ് റെയിൽവേ ഡിവിഷൻ ഓഫീസിന്റെ മുമ്പേ DYFIക്കാർ പാടുന്നത്. അല്ലെങ്കിൽ അവരെന്തായിരുന്നു പാടേണ്ടിയിരുന്നത്? നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി എന്ന് പാടാനൊക്കെ ഈ കാലത്ത് ഈ നാട്ടിൽ ഒരു വയൽ പോലും ഇവർ സമ്മതിക്കത്തില്ല കൃഷി ചെയ്യാൻ. ആ അവസ്ഥ അവർക്കുണ്ട്. അതേപോലെ തന്നെ പഴയ KPSCയുടെ ഗാനങ്ങളൊന്നും അവർക്ക് പാടാൻ ഇപ്പൊ ഒക്കില്ല. അല്ലെങ്കിൽ പുഷ്പനെ പറ്റിയുള്ള സഖാവ് പുഷ്പനെ പറ്റിയുള്ള പാട്ട് ഇതിൽ കൂടുതൽ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു ഗണഗീതവുമില്ല. ഗുണഗീതങ്ങൾ ഇല്ലാത്തൊരു പാർട്ടിക്ക് എന്തോന്ന് ഗണഗീതമാണ്? ഒന്നുമില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ അവസ്ഥ. അതുകൊണ്ട് അവര് ഇതിന്റെ അർത്ഥം അറിയാതെ പാടിയതാണ്. പൊട്ടന്മാരായിട്ടുള്ള കുട്ടികളെ എന്ത് പറയാനാണ്? കാരണം തലച്ചോറിനകത്ത് ഒന്നുമില്ലാത്ത നേതാക്കന്മാർ ഭരിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിന് ഇതിൽ കൂടുതൽ ഈ കുഞ്ഞുങ്ങളുടെ ഭാഗത്തൊന്നും പ്രതീക്ഷിക്കാനില്ല. അതായത് ഞാത്വ കർമാതി കുർവീത എന്ന് പറയും. നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള ഒരു ഹൈന്ദവ തത്വമുണ്ട്. അതുപോലും അറിയാതെയാണ് അവരെന്താണ് പാടുന്നത് എന്നറിയാതെ പാടി ആകെ ശരിക്കും പറഞ്ഞാൽ പരിഹാസ്യരായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. സത്യത്തിൽ ഗണഗീതം വിവാദമാക്കിയവർക്ക് പ്രത്യേക നന്ദി. അത് കാരണം എല്ലാവരും ആ വരികളുടെ അർത്ഥം മനസ്സിലാക്കി തിരയുന്നു. എല്ലാവരിലും ദേശഭക്തി ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ ദേശത്തിന് മുന്നേറ്റം ഉണ്ടാവുകയുള്ളൂ, നമ്മുടെ ഭാരതം പരം വൈഭവത്തിൽ എത്തുകയുള്ളൂ. അതിന് അങ്ങേപ്പോലെയുള്ളവരുടെ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് നന്ദി. ഞങ്ങളെല്ലാം അതിന് കടപ്പെട്ടിരിക്കുന്നു. ഒരുപാട് നന്ദി ഇത്രയും മനോഹരമായിട്ട് ഈ വിഷയം അവതരിപ്പിച്ചതിന്.